ബട്ട് CPM അവരുടെ നഷ്ടപ്പെട്ടു പോയ വോട്ട് തിരിച്ചു പിടിക്കാൻ വ്യക്തമായ ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതിൻ്റെ പൊളിറ്റിക്സ് ഞാൻ ഇതിൽ വരെ കാണുന്നുണ്ട്. കാരണം നോക്കൂ, ബേസിക്കലി അൻവർ ഇസ് എ മുസ്ലിം. ഇതൊന്നും പിണറായി വിജയൻ പുറത്തൊന്നും പറയില്ല. ബട്ട് ജനങ്ങളിലേക്ക് പോകുന്ന ഒരു സന്ദേശം നോക്കുക. ഒരു മുസ്ലിമായ PV അൻവർ, ഞാനീ പറയുന്നത് വർഗീയത വെച്ചിട്ടല്ല, രാഷ്ട്രീയം വെച്ചിട്ടാണ്. മുസ്ലിമായ PV അൻവർ, അദ്ദേഹത്തെ സഹായിക്കാൻ മുസ്ലിമായ KT ജലീൽ, മുസ്ലിമായ കാരാട്ട് റസാഖ്, ഈ 3 പേര്, 2 പേര് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നു. ഇപ്പുറത്ത് ഹിന്ദുവായ MR അജിത് കുമാർ, ഹിന്ദുവായ P ശശി, അൾട്ടിമേറ്റ് ടാർഗറ്റായ ഹിന്ദുവായ പിണറായി വിജയൻ. ഈ ഒരു സീൻ കാണുമ്പോൾ പിണറായി വിജയൻ എന്നുള്ള പൊളിറ്റീഷ്യൻ, MV ഗോവിന്ദൻ എന്നുള്ള പൊളിറ്റീഷ്യൻ നോക്കുന്നത്, സഖാവേ ഇവിടെ ഈ രീതിയിൽ അൻവറിനൊരു തടയിട്ടാലേ നമ്മുടെ കൂട്ടത്തിലുള്ള ഹിന്ദുക്കൾ പിണങ്ങി നിൽക്കുന്നവരുണ്ടല്ലോ, ഇത്തവണ വോട്ട് ചെയ്യാത്തവരുമൊക്കെ, നമ്മുടെ ആൾക്കാരെങ്കിലും നമ്മളുടെ കൂടെ തിരിച്ചു വരും. മറ്റ് ഹിന്ദുക്കളെ നോക്കണ്ട, അവർ വന്നെങ്കിൽ വന്നോട്ടെ, വന്നില്ലെങ്കിൽ ഏതായാലും ഉള്ള ഹിന്ദുക്കൾ പോകാതെ അഥവാ പോയ ഹിന്ദുക്കൾ തിരിച്ചു വന്ന് ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് കം വാട്ട് മേ, അൻവറിൻ്റെ ആരോപണത്തിൻ്റെ മെരിറ്റൊക്കെ നമുക്ക് പിന്നെ നോക്കാം. കണ്ണുമടച്ച് അൻവറിനെ തള്ളിപ്പറയുക, ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഹിന്ദു ബേസ് തിരിച്ചു വരും. നമുക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ, അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു ഗ്രിപ്പുണ്ടാവും. ബാക്കി പിന്നെ അജിത് കുമാർ വീട് വെച്ച് എത്ര അഴിമതി ആരോപണം എന്തെല്ലാം നടന്നിരിക്കുന്നു. പിണറായി വിജയൻ്റെ മകളുടെ പേരിൽ തന്നെ 110 കേസും പടാരവും ഒക്കെ ആയിട്ട് ED അത് ഇതൊക്കെ ആയിട്ട് നടക്കുന്നു. അത് അവർക്ക് വലിയൊരു വിഷയമൊന്നുമല്ല. ഒരു അഴിമതി പ്രശ്നമോ സംഗതിയോ ഒന്നും കൈകാര്യം ചെയ്യാൻ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമല്ല. നാളെ അവരുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ അജിത് കുമാറിനെ തള്ളിപ്പറയും, പിടിച്ചകത്തിട്ടാണെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇത് അജിത് കുമാറിനും അറിയാം. അദ്ദേഹം ഈ ടോപ്പിൽ നമ്പർ 2 ആയിട്ട് നിൽക്കുന്ന ആളാണല്ലോ. ഇതൊന്നും മനസ്സിലാവാത്ത പൊട്ടനൊന്നും അല്ലല്ലോ. ഇതൊക്കെ ഇവർക്കെല്ലാം അറിയാം. ബട്ട് ഇതിൻ്റെ റിയൽ പൊളിറ്റിക്സ് കിടക്കുന്നത് നഷ്ടപ്പെട്ടു പോയ ഹിന്ദു വോട്ടുകൾ തിരിച്ചു പിടിക്കാനുള്ള ഒരവസരമായിട്ട് അൻവറിൻ്റെ ഈ മണ്ടത്തരത്തെ പാർട്ടി എടുത്തു എന്നുള്ളതാണ്. അതൊരു പൊളിറ്റിക്സ് അല്ലേ. അതേസമയം ഈ പൂരം കലക്കിയ റിപ്പോർട്ട് വെച്ച് പാവം BJPയെ ഡിഫെൻസീവിലാക്കാനും പറ്റി. BJPക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ വയ്യ. ഇങ്ങനെ ചെയ്താൽ പിണറായി വിജയനുമായിട്ട്, അതല്ലെങ്കിൽ തന്നെ ആരോപണം കൂടിക്കൂടി വരുന്നു ദിവസേന. MR അജിത് കുമാർ ദത്താജിയെ കണ്ടു എന്നുള്ള സംഗതിയൊക്കെ വെച്ചിട്ട് CPM RSS ബന്ധം ദിവസവും അങ്ങ് ഉറപ്പിക്കുകയാണ്. ഇതിൻ്റെ സീക്വൻസിൽ വേറൊന്നും കൂടെ നോക്ക്. വെറുതെ ഇരുന്ന P ജയരാജൻ ഒരു വെടി പൊട്ടിക്കുന്നു റാഡിക്കൽ ഇസ്ലാമിനെതിരെ. അൻവറിൻ്റെ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ജയരാജൻ ഒരു വെടി പൊട്ടിക്കുന്നു റാഡിക്കൽ ഇസ്ലാമിനെതിരെ. അൻവറിൻ്റെ ആരോപണവും ബഹളമൊക്കെ കഴിഞ്ഞ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അൻവർ മിണ്ടാതിരിക്കണമെന്നുള്ള അർത്ഥത്തിൽ ഇറക്കിയ പത്രക്കുറിപ്പ് ജയരാജൻ വീണ്ടും ഫേസ്ബുക്കിലിടുന്നു. ജയരാജൻ എറിഞ്ഞ പന്ത് കറങ്ങിത്തിരിഞ്ഞ് ജയരാജൻ്റെ അടുത്ത് എത്തുന്നു. ഇതും ഒരു ഹിന്ദു വോട്ടിനെ പിടിച്ചു നിർത്താൻ, പുതിയ ഹിന്ദു വോട്ട് കിട്ടിയില്ല എന്ന് വരും. ബട്ട് ഉള്ള ഹിന്ദു വോട്ട് ഇടറിയും പതറിയും പോയത് തിരിച്ചു പിടിക്കാനുള്ളൊരു പൊളിറ്റിക്സ് ഇതിൻ്റെ അകത്തുകൂടെ CPM സാധിച്ചെടുക്കുന്നു. അതാണ് അൻവർ CPMന് ഒരുക്കി കൊടുത്ത, അറിഞ്ഞോ അറിയാതെ, അറിഞ്ഞൊന്നും ആയിരിക്കില്ല, അത്ര വലിയ ബുദ്ധിയൊന്നും അൻവറിനുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അൻവർ ഈ രീതിയിൽ ഒരു ആക്രമണം നടത്തി പാർട്ടിയെ ഒന്ന് പരിഭ്രമത്തിലാക്കിയിട്ട്, അദ്ദേഹത്തിന് എന്താണ് താല്പര്യം എന്നറിയില്ല. പലരും പറയുന്നത്, പിണറായി വിജയൻ വരെ അത് പറഞ്ഞു, ഡയറക്റ്റ് അൻവറെ അതിനകത്ത് പറഞ്ഞില്ലെങ്കിലും പിണറായി വിജയൻ പറഞ്ഞു, കള്ളക്കടത്ത് ശക്തികളെ മഹത്വവൽക്കരിക്കരുത് എന്ന് പറഞ്ഞു. ആരാ മഹത്വവൽക്കരിച്ചത്? ആരെങ്കിലും മഹത്വവൽക്കരിച്ചെങ്കിൽ അത് PV അൻവറാണ്. PV അൻവറാണെന്ന് മുഖ്യമന്ത്രി പറയുന്നില്ല, ബട്ട് പറയാതെ പറയുന്നത് PV അൻവറിനെയാണ്.